71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മികച്ച സിനിമയായി ബോളിവുഡ് ചിത്രം 12th ഫെയിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. ബോളിവുഡ് താരങ്ങളായ ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസിയും മികച്ച നടനുള്ള പുരസ്കാരം പങ്കിട്ടു. ജവാൻ എന്ന സിനിമയിലെ പ്രകടനത്തിനാണ് ഷാരൂഖിന് പുരസ്കാരം ലഭിച്ചത്. 12th ഫെയിൽ എന്ന ചിത്രമാണ് നടൻ വിക്രാന്ത് മാസയെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. റാണി മുഖർജിയാണ് മികച്ച നടി. മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് പുരസ്കാരം. മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ഉള്ളൊഴുക്കിലെ അഭിനയത്തിന് മലയാളത്തിൻ്റെ സ്വന്തം ഉർവശി സ്വന്തമാക്കി. ഇത് 2ാം തവണയാണ് ഉർവശി മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം നേടുന്നത്. മുൻപ് സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത അച്ചുവിൻ്റെ അമ്മ എന്ന സിനിമയ്ക്ക് ആയിരുന്നു അവാർഡ്. പൂക്കാലം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് വിജയരാഘവൻ മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരം സ്വന്തമാക്കി. ഇതാദ്യമായാണ് വിജയരാഘവൻ ദേശീയ പുരസ്കാരം നേടുന്നത്. മികച്ച മലയാള ചിത്രത്തിനുള്ള പുരസ്കാരം ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്കിനാണ്. ആനിമൽ എന്ന ഹിന്ദി ചിത്രത്തിൻ്റെ റീ റെക്കോർഡിങ്ങിലൂടെ MR രാജകൃഷ്ണൻ ജൂറിയുടെ പ്രത്യേക പരാമർശം നേടി. മികച്ച പ്രൊഡക്ഷൻ ഡിസൈനിനുള്ള ദേശീയ പുരസ്കാരം 2018 എന്ന മലയാള ചിത്രത്തിലൂടെ കലാസംവിധായകൻ മോഹൻദാസ് സ്വന്തമാക്കി. മികച്ച എഡിറ്റർ അവാർഡ് പൂക്കാലം എന്ന സിനിമയിലൂടെ മിഥുൻ മുരളി സ്വന്തമാക്കി. സുദീപ്ന സെൻ ആണ് മികച്ച സംവിധായകൻ. ചിത്രം ദി കേരള സ്റ്റോറി. ഇതേ ചിത്രത്തിലെ ഛായാഗ്രഹണത്തിലൂടെ പ്രശാന്തനു മൊഹപത്ര മികച്ച ഛായാഗ്രഹകനായി. മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം ജവാനിലെ ചലിയ എന്ന പാട്ടിലൂടെ ശില്പ റാവുവും മികച്ച ഗായകനുള്ള പുരസ്കാരം ബേബി എന്ന സിനിമയിലെ പാട്ടിലൂടെ PVNS രോഹിത്തും നേടി. 2023 സെൻസർ ചെയ്ത ചിത്രങ്ങളാണ് പുരസ്കാരത്തിനായി പരിഗണിക്കപ്പെട്ടത്. മറ്റു ചില അവാർഡുകളിലേക്ക് നോക്കാം. മികച്ച സംഗീത സംവിധാനം GV പ്രകാശ്, സിനിമ വാത്തി. മികച്ച പശ്ചാത്തല സംഗീതം ഹർഷവർദ്ധൻ രാമേശ്വർ, സിനിമ ആനിമൽ. മികച്ച തിരക്കഥ സായി രാജേഷ്, ചിത്രം ബേബി. മികച്ച ആക്ഷൻ കൊറിയോഗ്രാഫി നന്ദു പൃഥ്വി, ചിത്രം ഹനുമാൻ. മികച്ച ചമയം ശ്രീകാന്ത് ദേശായി, ചിത്രം സാം ബഹദൂർ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഇപ്രാവശ്യവും നാഷണൽ അവാർഡ് ജൂറിക്കെതിരെ വലിയ വിമർശനങ്ങളാണ് വരുന്നത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കൂ. ഇതുപോലുള്ള ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.